ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ ഞങ്ങൾ ഫാമിലിയെ രാവിലെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. എങ്ങോട്ടാണെന്നല്ലേ? അതെ, വോട്ടിടാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ നേരെ വോട്ടിടാൻ വേണ്ടി യാത്രയായി. നേരെ പോയത് അമ്മയുടെ വീട്ടിലേക്കാണ്. അമ്മയുടെ വീട്ടിൽ ദാങ്കുട്ടനെ മുത്തനെ ആക്കണം. കാരണം ഇവരെയും കൊണ്ട് വോട്ടിടാൻ പോയാൽ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലെത്തിയപ്പോഴാണ് ദാ നിൽക്കുന്ന ഒരു കോലം. ആരാണെന്നല്ലേ ഈ കോലം? അതെ, എൻ്റെ അനിയത്തിയാണ്. അവൾ ബ്രൂട്ടീഷ്യൻ ചെയ്തതാണ്. അവൾക്കാണെങ്കിൽ നാണക്കേട്. പിന്നെ ഒന്നും നോക്കില്ല, സ്ലിപ്പ് വീട്ടിലാണിരുന്നത്. അവിടെ നിന്ന് സ്ലിപ്പ് കൊടുത്ത് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴാണ് ദാങ്കുട്ടൻ്റെ വക കരച്ചിൽ. അവനും വോട്ടിടാൻ വരണമെന്നാണ് പറയുന്നത്. പക്ഷെ അവനെയും കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമുക്ക് കഴിഞ്ഞ വർഷത്തെ അനുഭവമുണ്ട്. പിന്നെ ഞങ്ങൾ സ്കൂട്ടിയും എടുത്ത് വോട്ടിംഗ് ബൂത്തിലേക്ക് യാത്രയായി. വോട്ടിംഗ് ബൂത്ത് നമ്മുടെ വീടിനടുത്ത് തന്നെയാണ്. ദാങ്കുട്ടൻ്റെ മുത്തും പഠിക്കുന്ന സ്കൂളിൽ തന്നെയാണ്. അവർ പഠിക്കുന്നത് സെൻറ്റ് ചാൾസ് സ്കൂളിലാണ്, തൃക്കണ്ണാപുരം കടക്കിലുള്ള. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തിയപ്പോൾ അവിടെ ഒടുക്കത്തെ തിരക്കും. നമ്മൾ വന്നപ്പോഴത്തേക്കിന് ഏകദേശം 10:30 ആയിരുന്നു. തിരക്ക് കുറയുമെന്ന് കരുതിയാണ് ആ സമയത്ത് എത്തിയത്. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ 2 സ്ഥലത്തായി നിന്നു. ഞാൻ ഈ സൈഡിലും അവൾ അപ്പുറത്തെ സൈഡിലും. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ നേരം നിന്നും അവസാനം ബൂത്തിൻ്റെ അടുത്തെത്തി വോട്ട് ചെയ്തു. അവർ ഫോണൊക്കെ അവിടെ മേടിച്ച് വെക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും എല്ലാവരും ചെയ്യുന്നത് പോലെ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ നല്ല ദാഹം തോന്നി. ഉച്ചയ്ക്ക് ഒരു 11:30 ആയി. പിന്നെ ഒന്നും നോക്കിയില്ല, അടുത്തുള്ളൊരു കടയിൽ കയറി എന്തോ ഒരു ജ്യൂസ് മേടിച്ച് കുടിച്ചു. സത്യം പറഞ്ഞാൽ അത് കുടിച്ചപ്പോഴത്തേക്കിന് അത്യാവശ്യം ഒരു സമാധാനമുണ്ടായി. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, കടയിൽ പോകണം. അതുകൊണ്ട് എത്രയും വേഗം അമ്മയുടെ വീട്ടിലെത്തണം. അവിടെ നിന്ന് മക്കളെയും കൂട്ടി വീട്ടിലേക്ക് പോകണം. പിന്നെ അവിടുന്ന് നേരെ കടയിലേക്കും. എന്തായാലും ഇന്നത്തെ വോട്ടിംഗ് പരിപാടിയൊക്കെ ഇത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, വോട്ട് മിസ്സാക്കരുത്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇന്ത്യക്കാരല്ലെന്ന് തന്നെ അവർ പറഞ്ഞു കളയും. അതുകൊണ്ട് വോട്ടെടുക്കുക.